കണ്ടത്. ശ്രീ CK നജാഫ്, MSF എന്നുള്ള സംഘടന വയനാട് ജില്ലയിൽ നിങ്ങൾ ശക്തരാണല്ലോ. കോഴിക്കോട് വയനാട് ജില്ലകളിലൊക്കെ നിങ്ങൾക്ക് ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനുള്ള സൗകര്യവുമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് പൂക്കോട് സർവകലാശാലയിൽ നിങ്ങൾക്കൊരു യൂണിറ്റ് പോലും തുടങ്ങുവാൻ കഴിയാതെ വന്നത്? എന്താണ് അവിടെ നടക്കുന്നത്? അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? താങ്കൾ ജനറൽ സെക്രട്ടറി അല്ലേ MSF എന്ന സംഘടനയുടെ? മഞ്ജുഷ്, ഞാൻ ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളിലും ഏറ്റവും പ്രസക്തമായൊരു പോയിന്റ് മഞ്ജുഷ് തന്നെയാണ് ഉന്നയിച്ചത്. ആ പോയിന്റിൽ തന്നെയാണ് MSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം. ഇതിൽ ആസൂത്രിതമായി ഒരു കൊലപാതകം നടത്തി ആ കൊലപാതകത്തെ ഒരു റാഗിങ്ങായി ചിത്രീകരിച്ച് റാഗിങ്ങിന്റെ ഒഫൻസിൽ കേസെടുത്ത് ഇതിൽ പ്രതികളായ ആളുകളെ നമ്മൾക്ക് മനസ്സിലാക്കിയതുപോലെ റാഗിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം പീനൽ പ്രൊവിഷൻസ് വളരെ വീക്കാണ്. അത് ഉപയോഗപ്പെടുത്തി കൊലപാതകത്തിലേക്ക് നയിച്ച മുഴുവൻ പ്രതികളെയും രക്ഷപ്പെടുത്തുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായി, അതിന്റെ പ്ലാന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 12 പേരെയാണല്ലോ ആന്റി റാഗിംഗ് കമ്മിറ്റി 12 പേരെ കണ്ടെത്തി അവരെയാണ് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അവർക്കെതിരെയുള്ള കുറ്റം. പക്ഷെ ഇവിടെ ഞാൻ നേരത്തെയും പറഞ്ഞ അതുകൊണ്ടാണ് ഇവിടെ റാഗിംഗ് അല്ല നടന്നത്. റാഗിംഗ് എന്ന് പറഞ്ഞാൽ ഈ 1ാം വർഷത്തിൽ വരുന്ന കുട്ടികളെ ഈ രീതിയിൽ പല രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, ഇതാണ്. പക്ഷെ ഇവിടെ നടന്നത് അതൊന്നും അല്ലല്ലോ. SFIയിൽ ചേർന്ന് പ്രവർത്തിക്കാത്തതിന് മനഃപൂർവ്വം ആൾക്കൂട്ട വിചാരണ നടത്തുകയും ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കുകയും വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു, നഗ്നനായി നടത്തിച്ചു. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അത് വെറുമൊരു റാഗിംഗ് ഒന്നുമല്ല അല്ലേ? അത് നജാഫിന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങളുടെ യൂണിയൻ, നിങ്ങളുടെ സംഘടനയ്ക്ക് പൂക്കോട് സർവകലാശാലയിൽ പ്രവേശനം കിട്ടിയില്ല? എന്താണ് അത്രമാത്രം ഒരു ഏകാധിപത്യ രീതി അവിടെ തുടർന്നു വന്നിരുന്നത്? എന്തുകൊണ്ട് അത് സംഭവിച്ചു? പറയാം മഞ്ജുഷ്. ആ കോളേജിൽ മാത്രമല്ല, നമ്മൾ നേരിട്ട് ഇതുവരെ ക്യാമ്പസുകളിൽ പ്രവേശിക്കാത്ത ക്യാമ്പസുകളിലേക്ക് സംഘടനാ സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ, വ്യത്യസ്തമായ ക്യാമ്പസുകളിലേക്ക്, ഇതുവരെ കയറിപ്പിടിക്കാൻ കഴിയാത്ത ക്യാമ്പസുകളിലേക്ക് MSFന്റെ സംഘടനാ പ്രവർത്തനത്തെ കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മേപ്പാടി പോളി കോളേജിൽ ഇതുപോലെ തന്നെ വളരെ ശക്തമായി MSFന്റെ സംഘടനാ സംവിധാനമുള്ള ഇല്ലാതിരുന്ന ഇടം, അവിടത്തേക്ക് സംഘടനാ സംവിധാനം കൊണ്ടുവരാൻ കഴിഞ്ഞ ഇയറിലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ ജിൻഡോ പറഞ്ഞൊരു വാചകത്തെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഇഫ്തിഖാർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെ അറിയാം. കണ്ണൂരിലെ വനിതാ കോളേജിൽ അധ്യാപകനായിരുന്നു. ആ അധ്യാപകൻ ആ ക്യാമ്പസിലെ SFI നേതൃത്വത്തിന്റെ നീക്കങ്ങൾക്ക് അനുകൂലമായി നിൽക്കാത്തതിനാൽ അയാളെ കള്ളപ്പരാതി നൽകി, ഒരു പെൺകുട്ടിയുടെ കള്ളപ്പരാതി നൽകി കേരളം മുഴുവൻ വലിയ ചർച്ചയാക്കി. അവസാനം ആ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒടുവിൽ ആ കുട്ടി തന്നെ നിർബന്ധിച്ചെന്നെ ഇതിനുവേണ്ടി സംഘടന നിർബന്ധിച്ചതിന്റെ പ്രകാരം ചെയ്തു പോയതാണ്, മാപ്പാക്കണം എന്ന് പറഞ്ഞു. മേപ്പാടി കോളേജിൽ കൊയിലാണ്ടിയിലെ റസ്മിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി അവിടെ പുതിയ യൂണിറ്റ് MSFന്റെ പ്രസിഡന്റായി വന്നു. ഞങ്ങൾ ഏത് രംഗത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവിടെ സംഘടനാ സംവിധാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പോരാടി ഞങ്ങൾ വിജയിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ആ സാഹചര്യത്തിൽ പൊരുത നേതൃത്വം കൊടുത്ത റസ്മിലിനെ അവിടെ ഈ പറയുന്ന ലഹരിയുടെ അടിമയാണെന്ന് ഒരു പൊതുസമൂഹത്തെ മുഴുവൻ നോക്കി പറഞ്ഞ് കള്ളം പ്രചരിപ്പിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു, സമൂഹത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തി. ഇത്തരം അക്രമങ്ങൾ ക്യാമ്പസിൽ ഉണ്ടാവും. ഈ അക്രമങ്ങൾക്കെതിരെ പ്രതിരോധിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അത് കഴിയുന്ന ക്യാമ്പസുകളൊക്കെ ഞങ്ങൾ സംഘടനാപരമായി വിജയിക്കാറുണ്ട്. എന്നാൽ കാസർഗോഡ് നെഹ്ർ കോളേജിൽ യൂണിയൻ ചെയർമാനും എഡിറ്ററും ഇതേ അക്രമത്തിന് നേതൃത്വം കൊടുത്ത വീഡിയോകൾ എന്റെ കയ്യിലുണ്ട്, മാധ്യമങ്ങൾക്ക് ലഭ്യമായതാണ്. ഈ 2 ആഴ്ച മുമ്പാണല്ലോ സംഭവം ഉണ്ടായത്. ഇത് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ റിപ്പോർട്ട് അവിടുത്തെ പ്രിൻസിപ്പലിന് കൊടുത്തപ്പോ, മീഡിയ കൊടുത്തപ്പോ ഒരു നടപടിയും സ്വീകരിക്കാതെ സമരം നടത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ SFIക്കാർക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട നമ്മളുടെ സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു പറഞ്ഞതുപോലെ, ഞങ്ങൾ പറയുന്നത് ക്യാമ്പസിൽ SFI നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ മാത്രമല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്യാമ്പസുകളിലും ഡോമിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ SFI മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നയപരമായ നിലപാടുണ്ട്. അത് ലോകത്തെ എല്ലാ ഏകാധിപതികളും ഫോളോ ചെയ്ത നിലപാടാണ്. മോഡോസ് ഓപ്പറാൻഡി ഉണ്ടാക്കുക, അതിനെ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ഭീതി ഉണ്ടാക്കുക. സംഘടനാ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നവർ, അല്ലെങ്കിൽ അതിനെ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവർ, ഈ സംഘടനയ്ക്ക് വിരുദ്ധമായ ആശയം പറയുന്നവർ, ഇവരെ കൃത്യമായി നേരിടാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു ഏകാധിപത്യ വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലായിരുന്നോ? ഈ സർവകലാശാല ക്യാമ്പസിൽ ഇതാണ് നടക്കുന്നത് എന്ന് ഇപ്പോൾ ഷിബു അദ്ദേഹം അന്വേഷിച്ചത് ഇതിനു ശേഷമാണ്, അദ്ദേഹത്തിന് വിവരം കിട്ടിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന്.
അവിടെ ഒരു ഏകാധിപത്യ പ്രവണതയാണ്. ഒരൊറ്റ സംഘടനയെ SFIയെ മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഇത് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്ന ഒരു കാര്യമല്ലേ ശ്രീ നജാഫ്? ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള പരാതികൾ വന്നിരുന്നോ അവിടെ നിന്ന്? ഈ പറയുന്ന ക്യാമ്പസിൽ ഇതിനു മുമ്പ് ഇതുപോലുള്ള പരാതി വരാത്തതിനാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാണ്. പക്ഷേ ഒരു കാര്യം പറയാം, കേരളത്തിലെ മറ്റു ക്യാമ്പസുകൾ ഇതുണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കാം, തിരുവനന്തപുരത്ത് നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണല്ലോ തിരുവനന്തപുരത്തെ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ കണ്ടത്. അവിടെ പാട്ടുപാടി അവതരിപ്പിച്ച ഒരു വിദ്യാർത്ഥിയെ ഈ കത്തി ഉപയോഗിച്ച് കുത്തി ശിവരഞ്ജിത്തിന്റെ ഒരു ഇടപെടൽ നമ്മൾ SFIക്കാരന്റെ രാഷ്ട്രീയ ഇടപെടലായി കണ്ടതാണല്ലോ. മടപ്പള്ളി കോളേജിൽ നമ്മൾ ഇത് കണ്ടതാണ്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇഫ്തിഖാർ അഹമ്മദിന്റെ വിഷയം നെഹ്റു കോളേജ് നമ്മൾ കണ്ടതാണ്. ഇതുപോലെ മറ്റനേകം ക്യാമ്പസുകളുണ്ട്. ക്യാമ്പസിൽ ഇത്തരം വിഷയങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. എത്തിക്കഴിഞ്ഞാലേ മാധ്യമങ്ങൾ പോലും ആ ഭാഗത്തേക്ക് വരാറുള്ളൂ. ഞാൻ MSFന്റെ ആധികാരികമായി പറയട്ടെ, ഈ ക്യാമറ കണ്ണുകൾ ക്യാമ്പസുകളിലേക്ക് ഒരു യാത്ര നടത്തട്ടെ. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI അവർ നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പസുകൾ എങ്ങനെയാണ് ഡോമിനേഷൻ പവർ നിലനിർത്തുന്നത് എന്നതിന്റെ കൃത്യമായ പിക്ചർ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. വിദ്യാർത്ഥികളാണ്, അവർ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ തന്നെ ആശയപരമായി പോരാട്ടം നയിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരാണ്. അവർക്ക് ആ ക്യാമ്പസിൽ പ്രവർത്തിക്കാനുള്ള അവകാശം നിഷേധിക്കുക മാത്രമല്ല, അവിടെ അവർക്കെതിരെയാണ് ആശയം പറയുന്നത് എങ്കിൽ പൂർണ്ണമായി മാനസികമായി തളർത്തുക, ശാരീരികമായി തളർത്തുക, ഒടുവിൽ കൊലപാതകത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക. ഇതേ SFIക്കാരൻ ക്യാമ്പസിൽ മുദ്രാവാക്യം വിളിക്കുന്നതോ മറ്റൊന്നാണ്. എന്നാൽ ഇവരുടെ മറ്റേത് സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ, ആശയപരമായോ സംഘടനാപരമായോ പ്രവർത്തിക്കാൻ ഒരു അധികാരവും ഇവർ കൊടുക്കാറില്ല എന്നതാണ് നമ്മളുടെ അനുഭവം. ഇതിൽ ഞങ്ങൾ പറയുന്നത് ഇതിൽ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന്, ഈ പറയുന്ന നടപടിക്രമങ്ങളിൽ ആദ്യമായി ഇരുത്തിയത് റാഗിംഗ് കേസാണ്. അത് പറ്റില്ല, പാടില്ല, അതല്ല ഇതിന്റെ മോട്ടീവ്. ഇതിൽ കൃത്യമായി ആ വിദ്യാർത്ഥിയെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണത്തെ പ്രിയപ്പെട്ട ഷിബു പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് അംഗീകാരം കിട്ടുന്നു, കൂടുതൽ ആളുകളിലേക്ക് വിസിബിലിറ്റി കിട്ടുന്നു, അവർ ടാർഗറ്റ് ചെയ്യുകയാണ്. യൂണിറ്റ് MSFന്റെ ജനറൽ സെക്രട്ടറിയും യൂണിയന്റെ പ്രസിഡന്റും ഒരാളെ നേതൃത്വം കൊടുത്ത് കൊലപാതകത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് SFIയുടെ രാഷ്ട്രീയപരമായ തീരുമാനമാണ്. അവിടെയാണ് ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിന്റെ പ്രശ്നമാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാപരമായ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ സിദ്ധാന്തവും കൊണ്ടുപോയി ക്യാമ്പസിൽ ഇത്തരം അക്രമം നടത്തുമ്പോൾ അത് നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല. ഇത് ശരിയായ കാര്യമാണല്ലോ, ശരിയായ നിരീക്ഷണമാണല്ലോ ശ്രീ നജാഫ് നടത്തിയത്.